റിഷു എക്സാം കഴിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. ഈസി ആയിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. എക്സാമും ചൂടും നോമ്പും ആയതുകൊണ്ട് കുട്ടികൾക്ക് ഇപ്രാവശ്യം കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇഫ്താർ പാർട്ടിക്ക് പോകാൻ വേണ്ടി ഡ്രസ്സ് ചെയ്ത് വന്നപ്പോഴാണ് കേട്ടോ ഫോണിൽ നയൻതാരന്റെ ആ ഫോട്ടോ ശ്രദ്ധിച്ചത്. എന്തൊരു ഗ്ലോ ആണല്ലേ അവളെ മുഖത്ത്. ആ ഗ്ലോ നമുക്ക് കിട്ടാൻ എന്താ ചെയ്യാലേ? അങ്ങനെ ആലോചിച്ചപ്പോഴാണ് കേട്ടോ എനിക്ക് ഫേസസ് കാനഡയുടെ പ്രൊഡക്റ്റിനെ കുറിച്ച് ഓർമ്മ വന്നത്. ഇത് ഫേസസ് കാനഡയുടെ റോസ് ഗോൾഡ് സ്ട്രോക്ക് ക്രീമാണ് കേട്ടോ. അത് നമുക്കൊരു ഇൻസ്റ്റന്റ് ഗ്ലോ തരും. ഷിയ ബട്ടറും ഹൈലുറോണിക് ആസിഡും ഒക്കെയാണ് ഇതിൽ അടങ്ങിയിട്ടുള്ളത്. ദിവസം മുഴുവനും ഹൈഡ്രേറ്റ് ആയിട്ട് ഇരിക്കാനും ഹെൽപ്പ് ചെയ്യുന്നു. ഇത് നമുക്ക് ഹൈലൈറ്റ് ആയിട്ടോ ബേസ് ആയിട്ടൊക്കെ ഉപയോഗിക്കാം. അല്ലെങ്കിൽ ഉണ്ടല്ലോ നമുക്ക് ഫൗണ്ടേഷൻ ആയിട്ട് മിക്സ് ചെയ്യാം. ഞാൻ ഫേസസ് കാനഡയുടെ ഹൈഡ്രാ മാറ്റ് ഫൗണ്ടേഷൻ ആണ് എടുത്തത്. ഇത് നമുക്ക് ഫൗണ്ടേഷൻ ആയിട്ടും മോയ്സ്ചറൈസർ ആയിട്ടും സൺസ്ക്രീൻ ആയിട്ടൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. ഇതൊരു 3-in-1 പ്രൊഡക്റ്റ് ആണ്. മാത്രമല്ല 10 ഹവറൊക്കെ ലോങ് ലാസ്റ്റും ചെയ്യുന്നുണ്ട്. ഫേസസ് കാനഡയുടെ കോഫി മാറ്റ് വൗ ലിപ്സ്റ്റിക്കിന്റെ ചോക്കോ കൗച്ചർ ഷെയ്ഡാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത്. ഇത് ലൈറ്റ് വെയിറ്റ് ആണ്, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്, ഫുഡ് പ്രൂഫും അതുപോലെ കിസ് പ്രൂഫും ആണ് കേട്ടോ. ഇതിന് വെറും 299 രൂപയേ ഉള്ളൂ. അപ്പൊ ഞാൻ ഈ ലിപ്സ്റ്റിക് ഉപയോഗിച്ചിട്ട് തന്നെയാണ് ബ്ലഷ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഐ ഷാഡോ ആയിട്ട് യൂസ് ചെയ്യുന്നതും ഈ ലിപ്സ്റ്റിക് തന്നെയാണ് കേട്ടോ. പ്രൊഡക്റ്റ് വാങ്ങാൻ QR കോഡ് സ്കാൻ ചെയ്താൽ മതി. ഇനിയിപ്പോൾ നിങ്ങൾ ബാംഗ്ലൂരോ ചെന്നൈയിലോ അല്ലെങ്കിൽ കൊച്ചിയിലോ ആണെന്നുണ്ടെങ്കിൽ പർപ്പിൾ ആപ്പിലൂടെ നിങ്ങൾക്ക് 2 or 3 ഹവേഴ്സിനുള്ളിൽ ഓർഡർ ലഭിക്കും. ഇപ്പൊ നയൻസിന്റെ ഫേസിൽ കാണുന്ന ഒരു ഗ്ലോ ഒക്കെ കിട്ടിയിട്ടുണ്ട്. ഞാൻ ഒരുങ്ങി കഴിഞ്ഞപ്പോഴേക്കും ഇക്ക ഷോപ്പൊക്കെ അടച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഇഫ്താർ പാർട്ടിക്ക് പോവുകയാണ്. അവിടെ ചെന്നപ്പോഴേക്കും ടേബിളിൽ ഫുഡൊക്കെ റെഡി ആക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ എല്ലാവരും സെറ്റായി ഇരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ 5 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ബാങ്കൊക്കെ കൊടുത്തത്. അങ്ങനെ അതുവരെ ഞങ്ങൾ സംസാരിച്ചിരുന്നു. ഇഫ്താറിന് ശേഷം പിന്നെ ഞങ്ങൾ ഈദ് ഷോപ്പിങ്ങിനും കുറച്ച് ഫുഡ് എക്സ്പ്ലോർ ചെയ്യാണ്ടായിരുന്നു കേട്ടോ. അതിനൊക്കെ വേണ്ടിയിട്ടാണ് പിന്നെ പോയത്.